ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏട്ടക്കൂരി അല്ലെങ്കിൽ കെത്തളു എന്ന് പറയുന്ന നമ്മളുടെ സെക്കൻഡ് യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പാഠമാണ്, കവിതയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിക്കാത്ത, നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സാഹിത്യ മേഖലയെ കുറിച്ച് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പാഠപുസ്തകമൊക്കെ മാറിയ സമയത്ത് നമുക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് പാഠം ഉണ്ടാവുക, ഭയങ്കര ടഫായിരിക്കുമോ അല്ലേ? ടീച്ചറടക്കം നിങ്ങളെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെല്ലാവരും ഒരുപോലെ ടെൻഷൻ അടിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാഠഭാഗങ്ങളൊക്കെ നമ്മളുടെ പാഠപുസ്തകത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ നമുക്ക് എന്താണ്, ശരിക്കും കുറേ കൂടെ ആഴത്തിൽ എന്ത് ചെയ്യാണ്, നമ്മൾ സാഹിത്യത്തെ പഠിക്കുകയാണ് അല്ലേ? നമ്മൾ മലയാളം പഠിക്കുന്ന സമയത്ത് ഇവിടെ മലയാളം മാത്രമല്ല ഉള്ളത്, നമ്മൾ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയിലൊന്നാണ് ഇത് മലയാളം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ പോയാലൊരു മലയാളി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ അതേ കേരളത്തിൽ, അതേ മലയാളം സംസാരിക്കുന്ന കേരളത്തിൽ മലയാളം മാത്രമല്ല ഭാഷയായിട്ടുള്ളത്, 30ഓളം ഗോത്ര സമൂഹങ്ങളുള്ള ഒരു ഇടമാണ് അല്ലേ? ഇങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു നാടാണ് ഇത് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈവിധ്യങ്ങളുള്ള ഈ നമ്മുടെ നാട്ടിൽ 30ഓളം ഗോത്ര സമൂഹം ഉണ്ടെന്ന് പറഞ്ഞു, ജനതയുണ്ട്. അവർക്കൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷയുണ്ട്. ചിലത് മലയാളത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്, ചിലത് കന്നഡ ഭാഷയോട് ചേർന്ന് നിൽക്കുന്നതാണ്, ചിലത് എന്താണ് തുളു ഭാഷയോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇതിനോടൊന്നും ബന്ധമില്ലാതെ സ്വതന്ത്രമായ രീതിയിൽ ചേർന്ന് നിൽക്കുന്ന ഭാഷയും എവിടെയുണ്ട്, ഈ പറയുന്ന ഗോത്ര സമൂഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള കൃതികൾ അല്ലെ, എന്തിനാണ് നമ്മളിങ്ങനെ പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും എന്ത് ചെയ്യാം, ഈ ഒരു കൃതി കാണുമ്പോൾ അല്ലേ, കെത്തളു എന്ന് പറയുന്ന പാഠഭാഗം വായിക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇതെന്തൊരു ബുദ്ധിമുട്ടാണ് അല്ലെ, എന്തൊക്കെ പദങ്ങളാണ് എന്നൊക്കെയുള്ള ഒരു ആശങ്ക നമുക്ക് തോന്നും അല്ലേ? സ്വാഭാവികമായിട്ട് ആ പാഠത്തിലൂടെ കടന്നുപോയ ആളുകൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു അല്ലെ ലൈവ് ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ് കണ്ടിട്ട് ആ ലൈവ് കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു പാഠഭാഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരു നിസ്സാരക്കാരനായിട്ടുള്ള പാഠമല്ല അല്ലേ? ഈ കെത്തളു എന്ന് പറയുന്നത് എന്താണ്, ഒരു നിസ്സാര മീനല്ല അല്ലെ, ചെറിയ മീനല്ല എന്നൊക്കെ പറയുന്ന പോലെ ഒരു നിസ്സാരക്കാരനല്ല. ഈ ഒരു കവിതയിൽ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്ന ഒരു പാഠഭാഗമാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളിലേക്ക്, പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ക്ലാസ് കൊണ്ട് ടീച്ചർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. എന്താണ് ഈ പാഠഭാഗം എന്ന് മക്കളെ പരിചയപ്പെടുത്താണ് ടീച്ചർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗം എന്തിനായിരിക്കാം ഈ ഒരു കവിത അല്ലേ നമ്മൾ പഠിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം, മലയാള ഭാഷ, മാതൃഭാഷയെക്കുറിച്ച് നമ്മൾ എല്ലാ കാലത്തും പറയാറുണ്ട് അല്ലേ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ മാതൃഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന, നമ്മൾ സ്വപ്നം കാണുന്ന അല്ലെ, നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നത്തിൻ്റെ ഭാഷയാണെന്ത്, അവനവൻ്റെ മാതൃഭാഷ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ സംസ്കാരം എല്ലാം ഒളിഞ്ഞിരിക്കുന്ന എന്തിലാണ്, ഒരാളുടെ ക്യാരക്ടർ ഫോർമേഷൻ പോലും നടക്കുന്നത് അവനവൻ്റെ മാതൃഭാഷയിലൂടെയാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഒരുപാട് അല്ലെ ആളുകളുടെ മാതൃഭാഷ മലയാളമല്ല നമുക്ക് പറയേണ്ടി വരും ഒരർത്ഥത്തിൽ അല്ലേ? കാരണം ഗോത്ര സമൂഹത്തിൽ എന്താണ്, ഇത്തരത്തിൽ വൈവിധ്യമാർന്ന ഒരുപാട് ഗോത്ര ഭാഷകളുണ്ട് അല്ലെ. അവരുടെ ആശയവിനിമയം നടക്കുന്നത് ആ ഭാഷയിലൂടെയാണ്, അവരുടെ കൃതികൾ വരുന്നത് ആ ഭാഷയിലൂടെയാണ്. അപ്പോൾ അത്തരം കൃതികളെ കൂടെ അല്ലെ, വളരെ മൂല്യമുള്ള, ആഴമുള്ള അല്ലെ അത്തരം ജനവിഭാഗങ്ങളുടെ അല്ലെ സംസ്കാരത്തെക്കുറിച്ച്, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അവർ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച്, അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, അവരുടെ കഥകളെക്കുറിച്ച് അവർക്കല്ലാതെ മറ്റാർക്കാണ് കുറേ കൂടെ ഭംഗിയിൽ പറയാൻ പറ്റുക അല്ലേ? മലയാള സാഹിത്യത്തിൽ ഇതിനു മുമ്പും ഈ പറയുന്ന ഗോത്ര ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കെ.ജെ. ബേബിയുടെ മൺറോം എന്ന് പറയുന്ന കൃതി, അതേപോലെ നെല്ല് അല്ലെ, പി വത്സലയുടെ നെല്ല് എന്ന് പറയുന്ന കൃതി, ഇങ്ങനെ ഒരുപാട് കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട് മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കെ.ജെ. ബേബിയുടെ എന്താണ് മാവേലി മൺറം എന്ന് പറയുന്ന കൃതിയുണ്ട്, അതേപോലെ പി വത്സലയുടെ നെല്ല് എന്ന് പറയുന്ന കൃതി. അപ്പോൾ ഇതൊക്കെ മലയാളത്തിൽ ഇതിനു മുമ്പ് അല്ലെ ഗോത്ര ജനജീവിതത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള കൃതികളാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ആ ജനവിഭാഗത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ എന്ത് ചെയ്യാണ്, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെ, അവരുടെ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം. അതിനാണ് കുറേ കൂടെ എന്ത് ചെയ്യുക, നമുക്ക് മറ്റൊരാളുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതിനേക്കാളും അല്ലെ ഒരാൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിന് കുറേ കൂടെ ഭംഗിയുണ്ടാവും. മറ്റേ മോശമാണെന്നല്ല, അതിന് കുറേ കൂടെ എന്ത് ചെയ്യുന്നു അല്ലെ, മറ്റൊരു വശത്തിൽ നമുക്കതിനെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കെത്തളു എന്ന് പറയുന്നത്, ഏട്ടക്കൂരി എന്ന് പറയുന്നത് കണ്ടോ, നമുക്ക് എന്താണ്, ഒരു മീനാണ് കേട്ടോ, ഒരു ഗോൾഡൻ കളറൊക്കെ ഉള്ള വലിയ മീശയൊക്കെ ഉള്ള ഒരു മീനിനെയാണ് കെത്തളു എന്ന് അവരുടെ ഭാഷയിൽ. നമ്മൾ ഒന്നും പറയാൻ പാടില്ല യഥാർത്ഥത്തിൽ. ടീച്ചറത് പറയുന്നത് ഗോത്ര സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെ ഭാഷ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവരും നമ്മളും എന്ന് പറയുന്ന ആ വേർതിരിവൊന്നും ഇല്ല അല്ലേ, എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന അല്ലേ, ആ ഒരു
സമത്വത്തെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ പാഠപുസ്തകവും നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ വൈലോപ്പിള്ളിയെ പഠിക്കുന്നത് പോലെ, ഇടശ്ശേരിയെ പഠിക്കുന്നത് പോലെ അല്ലേ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സാഹിത്യ വിഭാഗങ്ങൾ, സാഹിത്യ രീതികൾ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഗോത്രഭാഷയിലുള്ള ഗോത്ര കവിതകളെക്കുറിച്ച് അല്ലേ, ഗോത്ര കവികളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ രാജ്യത്ത് ഹിന്ദിയാണ് നമ്മുടെ രാഷ്ട്രഭാഷ അല്ലേ. എന്നിട്ട് നമ്മളുടെ രാജ്യത്ത് എത്രയധികം ഭാഷകളാണുള്ളത്. അതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അല്ലേ. നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പല പല ജാതി വൈവിധ്യങ്ങൾ ഇവിടെയുണ്ട്. പല പല ജാതികളുണ്ട്, പല പല മതവിഭാഗങ്ങളുണ്ട്. എന്നാലും ഇതിൻ്റെ ഒക്കെ ഇടയിൽ എന്താണ് നമ്മളാണ് എന്ന് പറയുന്ന ആ ഒരു ഐക്യമുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള അല്ലേ ഭാഷ ഇവിടെയുണ്ട്, പല തരത്തിലുള്ള ജീവിത രീതി, സംസ്കാരം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. ആ ബഹുമാനത്തെ അല്ലെങ്കിൽ ആ ഒരു സമത്വത്തെയാണ് എന്ത് ചെയ്യുന്നത് ഈ പാഠമൊക്കെ പഠിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഒരുപാട് അല്ലേ ഈ പറയുന്ന ഭാഷയിൽ അല്ലേ പഠിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ കുറേ കൂടെ എന്ത് ചെയ്യണു ഇത്തരത്തിലുള്ള പാഠഭാഗം അല്ലേ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് മലയാളം മാത്രം അല്ലേ മാതൃഭാഷയായിട്ടുള്ള പഠിച്ചു വന്നാൽ നമ്മൾക്ക് എന്താണ് പെട്ടെന്ന് ഈ ഭാഷയിലെ പദങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നു നമുക്ക് അല്ലേ ഒരു ഇൻട്രസ്റ്റോട് കൂടെ നമ്മളത് പഠിച്ചാൽ മതി. ചിലപ്പോൾ കവിതയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ചെറിയൊരു ടെൻഷനൊക്കെ തോന്നും. അതിൻ്റെ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു എന്ത് ചെയ്യുക, ഒരു കൗതുകത്തോടു കൂടെ എന്ത് ചെയ്യാം ഇങ്ങനെയും പദങ്ങൾക്ക് ഇപ്പോൾ കാട്ടാനയുടെ പദം അല്ലേ, അങ്ങനെ എന്താണ് ഓരോ പദങ്ങൾ നമ്മൾ എന്താണ് ഇങ്ങനെയും പറയുമോ എന്നുള്ളത് നമുക്ക് എന്താണ് ഒരു ക്യൂരിയോസിറ്റിയോട് കൂടെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ കെത്തളു ഏട്ടക്കൂരി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണ്. കവിത എഴുതിയ കവിയുടെ പേരാണ് സുകുമാരൻ ചാലിഗദ്ദ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് എന്ന് പറയുന്നത് ബേത്തിമാരൻ എന്നാണ് കേട്ടോ. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ബേത്തിമാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വയനാട് ജില്ലയിൽ കുറുവാ ദ്വീപിന് സമീപം കബനി നദിയോട് ചേർന്ന് കിടക്കുന്ന ചാലിഗദ്ദ അടിയ കോളനിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. മലയാളത്തിലും റാവുള ഭാഷയിലുമാണ്. ഏത് ഭാഷയാണ്? റാവുള ഭാഷയിലുമാണ് അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുള്ളത്. റാവുള ഭാഷയെ പെറ്റമ്മയായിട്ടും മലയാളത്തെ പോറ്റമ്മയുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് സുകുമാരൻ കാണുന്നത് എന്നുള്ളതാണ് കേട്ടോ, കവി കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക ഒരുപാട് കവികളുണ്ട് അല്ലേ. നമ്മൾക്ക് ഇപ്പോൾ ഗോത്ര കവികളായിട്ടാണെങ്കിലും അല്ലെ എല്ലാ മേഖലകളിലും എന്താണ് കവിതകൾ നമുക്കുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ സാഹിത്യ കൃതികൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക കവിതകൾ ഇപ്പോൾ ഗോത്ര സാഹിത്യത്തിൽ തന്നെ എന്താണ് സുകുമാരൻ ചാലിഗദ്ദയെ പോലെ ഒരുപാട് കവികൾ പുതിയ കാലത്ത് കവിതകൾ എഴുതുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക പാഠപുസ്തകത്തിൽ അല്ലേ ഇത്തരം പാഠങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ചാപ്റ്റർ പഠിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ഇത്തരത്തിലുള്ള സാഹിത്യ വിഭാഗങ്ങളെ അല്ലെങ്കിൽ ഗോത്ര സമൂഹത്തെ ഗോത്രഭാഷയെ അല്ലെ ആ കൃതികളെയൊക്കെ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മാധവിക്കുട്ടിയും അതുപോലെ എന്താണ് നമ്മുടെ എം മുകുന്ദനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അവർ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഒരുപാട് ഭാഷയിൽ എഴുതുന്ന ആളുകളാണ്. അപ്പോൾ മാധവിക്കുട്ടി ഒരിക്കൽ പറഞ്ഞു എന്താണ് എത്രയൊക്കെ ഭാഷ സംസാരിച്ചു കഴിഞ്ഞാലും ഏതൊക്കെ ഭാഷയിൽ എഴുതി കഴിഞ്ഞാലും ഞാൻ സ്വപ്നം കാണുന്ന ഭാഷയിലാണ് എന്ത് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ആരും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആരാണ് എം മുകുന്ദനും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ കൃതികൾ വായിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സത്ത അല്ലെ അവരുദ്ദേശിക്കുന്നത് എന്താണോ അത് അതേപോലെ നമുക്ക് വായിച്ച് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആ ഒരു ആത്മസത്ത ഉണ്ടാവുന്നത് എപ്പോഴും അവനവൻ്റെ ഭാഷയിൽ എഴുതുമ്പോഴാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സുകുമാരൻ ചാലിഗദ്ദ പറഞ്ഞത് റാവുള ഭാഷ അദ്ദേഹത്തിൻ്റെ പെറ്റമ്മയാണ് അല്ലെ, മലയാളത്തെ അദ്ദേഹം എന്തായി കാണുന്നു അദ്ദേഹത്തിൻ്റെ പോറ്റമ്മയായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ കവിതകളോടൊപ്പം കഥകളും പാട്ടുകളും തിരക്കഥകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ അദ്ദേഹം പ്രസിദ്ധനാണ് എന്ന് ആലോചിക്കുക. ഗദ്ദിക കലാകാരനായിരുന്ന PK കരിയനോടൊപ്പം അദ്ദേഹം അരങ്ങിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡോക്യുമെന്ററികൾ, ഹ്രസ്വചിത്രങ്ങൾ, സിനിമ, റേഡിയോ നാടകങ്ങൾ ഇവയിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം കൂടിയാണ് ആര് സുകുമാരൻ ചാലിഗദ്ദ എന്ന് പറയുന്ന കവി. അപ്പോൾ അദ്ദേഹം ഒരുപാട് കവിതകൾ കല്യാണച്ചോറ്, മീനുകളുടെ പ്രസവമുറി, നിന്റെ ഉള്ളിലെ നരിയും എൻ്റെ ഉള്ളിലെ പുലിയും, മഴ ഭാഷ, അവൻ്റെ തുമ്പിക്കൈയിലൊരു പുഴയുണ്ടായിരുന്നു. ഇത്ര മനോഹരമായിട്ടുള്ള പേരുകൾ തന്നെയാണെന്ന് നോക്കൂ നിങ്ങൾ. എല്ലാം എന്താണ് നമുക്ക് അല്ലെ ഒന്ന് ഇരുന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള അല്ലെ അവൻ്റെ തുമ്പിക്കൈയിലൊരു പുഴയുണ്ടായിരുന്നു എന്നാണ് അല്ലെ, മഴ ഭാഷ അല്ലെ, നിന്റെ ഉള്ളിലെ നരിയും എൻ്റെ ഉള്ളിലെ പുലിയും, മീനുകളുടെ പ്രസവമുറി അല്ലെ, കല്യാണച്ചോറ്, ഇങ്ങനെ
വൈവിധ്യമാർന്ന ഒരുപാട് കൃതികൾ മലയാളത്തിന് അല്ലെങ്കിൽ ഗോത്രഭാഷയിലൂടെ അല്ലെ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരൻ കൂടെയാണ് ആര് സുകുമാരൻ ചാലികഥ എന്ന് പറയുന്നത്. അപ്പോൾ ഗോത്രഭാഷ അല്ലെ, ഗോത്രഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ടീച്ചർ പറഞ്ഞു അല്ലെ, ഏകദേശം ഒരുപാട് ഗോത്ര വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇടുക്കി അല്ലെങ്കിൽ പാലക്കാട്, ഇപ്പോൾ കാസർഗോഡൊക്കെ 7 സപ്തഭാഷകൾ സംസാരിക്കുന്ന ഇടമാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. അതേപോലെ ഇടുക്കി നമ്മുടെ ഈ എന്താ പറയുക അതിർത്തി അല്ലെ ജില്ലകളിലൊക്കെ എന്താണ് ഇതുപോലെയുള്ള പല ഭാഷകൾ, മിക്സഡ് ആയിട്ടുള്ള ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യുന്നു, പല ഭാഷകൾ സംസാരിക്കുന്നു, ആശയവിനിമയത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഗോത്ര ജനതയുടെ ഭാഷയാണ് എന്തെന്ന് പറയുന്നതടാ, ഗോത്രഭാഷ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗോത്ര ജീവിതത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട പഴഞ്ചൊല്ലുകൾ, പഴംപാട്ടുകൾ, ഐതിഹ്യങ്ങൾ തുടങ്ങിയവയൊക്കെ വാമൊഴിയായി പ്രചരിപ്പിക്കപ്പെട്ടതാണ്. അതിനൊന്നും അവർക്ക് കൃത്യമായ രീതിയിൽ അല്ലെ എഴുതാനും വായിക്കാനും ഒക്കെ എന്താണ് പിന്നീടാണ് സ്കൂളുകളിലേക്കൊക്കെ അല്ലെ, അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സ്കൂളിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് എന്താണ്, അപ്പോൾ അവർക്ക് അവരുടെ മാതൃഭാഷയിലല്ല അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ഭാഷയിലല്ല അവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ സ്കൂളിൽ തുടക്കകാലങ്ങളിൽ വരികയും പിന്നീട് കൊഴിഞ്ഞു പോവേണ്ട ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സ്കൂളുകൾ ഉണ്ടാവുന്നു. ടീച്ചർ അവർക്ക് എന്ന് പറയുന്നത് ആ ഒരു സമൂഹത്തെ കാണിക്കാനാണ്, നമ്മൾ എന്ന് പറയുന്ന ഒരു ബൗണ്ടറി ഇല്ല കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇത്തരം പാഠഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എഴുത്തുഭാഷ ഇല്ലാതെ പോയതിനാലാണ് എന്ത് ചെയ്യുന്നത്, അവയിൽ അല്ലെ പലതും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ അത്തരം മനോഹരമായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം എഴുതി വെക്കാനുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല അല്ലെ, അവർ വാമൊഴിയായിട്ട് പറഞ്ഞു പോവുകയായിരുന്നു പതിവെന്ന് പറയുന്നത്. അപ്പോൾ ഗോത്ര ജനതയുടെ തനത് സംസ്കാരവും ആചാരവും എല്ലാം അവരുടെ സാഹിത്യത്തിന്റെ ഭാഗമാണ്. ഗോത്രഭാഷകൾ മരിക്കുന്നതോടെ ആ ജനതയുടെ സംസ്കാരവും ജീവിത രീതികളുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആരും അറിയാതെ പോകുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല രീതികൾ, പല എന്താ പറയുക വൈവിധ്യമാർന്ന പല പല കാര്യങ്ങളും എന്ത് ചെയ്യണു, നമുക്ക് ഇപ്പോൾ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ, പത്മശ്രീയൊക്കെ ലഭിച്ചിരിക്കുന്ന അല്ലെ, ഒരുപാട് നമ്മളൊക്കെ ആരാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനാണ് ചെറുവയൽ രാമൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് പത്രത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, എത്രയോ അധികം നെൽവിത്തിനങ്ങൾ നമ്മൾ മൺമറിഞ്ഞു പോയി നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്തത് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. നമുക്കാകെ 1-2 നെൽവിത്തനങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ളൂ അല്ലെ. അപ്പോൾ അത്രയും അധികം നെൽവിത്തനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരാളാണ് ആരെ, ചെറുവയൽ രാമൻ എന്ന് പറയുന്ന അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ അല്ലേ, അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ഒരുപാട് അറിവുകളുള്ള ആളുകളുണ്ടായിരുന്നു, അവരുടെ ഒരുപാട് പ്രധാനപ്പെട്ട അല്ലേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എഴുതപ്പെട്ടിട്ടില്ല അല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ വയനാട്ടിലെ വിവിധ ആദിവാസി വിഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പല വാമൊഴി ഭാഷകളുണ്ട്. 13-ാം നൂറ്റാണ്ടോടുകൂടെ ജൈനമതം കർണാടകയിലേക്ക് വ്യാപിച്ചതായിട്ട് നമ്മൾ അല്ലേ ചരിത്രകൃതികളിലൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കർണാടകയോട് ചേർന്ന വയനാട്ടിലും കന്നഡയുടെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. ഈ സ്വാധീനം ആദിവാസി ഗോത്ര ഭാഷകളിൽ നമുക്ക് കാണാം. കന്നഡ ഭാഷയുടെ അംശം മിക്ക ഗോത്ര ഭാഷകളിലും എന്താണ് കലർന്നിട്ടുണ്ട് എന്ന് പറയാം. അതേപോലെ പ്രാദേശികമായി എരവ് അല്ലെങ്കിൽ അടിയാൻ എന്നറിയപ്പെടുന്ന റാവുളർ ഭാഷ, എന്താണ് റാവുളർ ഭാഷയാണ്. അത് സംസാരിക്കുന്ന കർണാടകത്തിലെയും കേരളത്തിലെയും ദ്രാവിഡ ഭാഷയാണ് റാവുള ഭാഷ. വയനാട്ടിൽ ഈ ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്. റാവുള ഭാഷ സംസാരിക്കുന്ന ആളുകളെ വയനാട്ടിൽ നമുക്ക് കാണാൻ പറ്റും. പ്രശസ്തിയായിട്ടുള്ള സാമൂഹിക പ്രവർത്തക ദാദാബായി മുഖ്യ വേഷത്തിൽ അഭിനയിച്ച കാന്തൻ എന്ന ചലച്ചിത്രം റാവുള ഭാഷയിലെ ആദ്യത്തെ ചലച്ചിത്രമാണ്, കാന്തൻ എന്ന് പറയുന്ന സിനിമ കേട്ടോ. കേരളത്തിലെ ആദ്യകാല ആദിവാസി രാഷ്ട്രീയ തടവുകാരിലെ ഒരാളായ PK കരിയന്റെ ആത്മകഥയുടെ പേര് ഒരു റാവുളന്റെ ആത്മകഥ എന്നാണ്. അപ്പോൾ ഈ റാവുള ഭാഷയിലാണ് നമ്മളുടെ ഈ കവിത എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. അപ്പോൾ വയനാട്ടിലൊക്കെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്, ഈ ഭാഷയിൽ കൃതികൾ എഴുതപ്പെടുന്നുണ്ട്, സിനിമ ഉണ്ടായിട്ടുണ്ട് അല്ലെ, ആത്മകഥ അല്ലെ, ആരാണ് PK കരിയൻ എന്ന് പറയുന്ന അല്ലെ ആദിവാസി നിവാസിയായിട്ടുള്ള ആളുടെ ആത്മകഥയുണ്ട്. എന്താണ് ഒരു റാവുളന്റെ ആത്മകഥ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ഭാഷയുടെ പ്രത്യേകതകളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് അറിഞ്ഞു വെക്കണം. അപ്പോൾ ഇതാണ് ഒരു സിനിമ, ടീച്ചർ പറഞ്ഞില്ലേ, ഇതാണ് കാന്തൻ എന്ന് പറയുന്ന സിനിമ. ദാദാബായി എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രവർത്തകയാണ്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ അല്ലെ, നമ്മളുടെ ആപ്പുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വളരെ വിശദമായിട്ട് അല്ലേ. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, ഒരു ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ 1.5 മണിക്കൂർ കൊണ്ടോ നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ അല്ല. വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. വളരെ വിശദമായ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു പാഠഭാഗമാണ്. അത്രയും പ്രാധാന്യമുള്ളൊരു പാഠഭാഗം കൂടെയാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മളത് കാണാൻ അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ആപ്പിലൊക്കെ നമ്മൾ വളരെ അല്ലേ ഒരുപാട് സെഷനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വളരെ വിശദമായിട്ട് ഓരോ വരിയും കീറി മുറിച്ച് അല്ലെ, ഏത് ഭാഗത്തു നിന്നൊക്കെ ചോദ്യം വരും അല്ലേ,
അല്ലേ? ആ ഭാഷാഗോത്രത്തിൻ്റെ പ്രത്യേകതകൾ, ആ ഭാഷാഗോത്രത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കൃതികൾ, ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു പാഠഭാഗം നമ്മൾ പഠിക്കുക. അപ്പോൾ ടീച്ചർ പറഞ്ഞു വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടെയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇനിയും അല്ലെ, ഒരുവിധം ആളുകളൊക്കെ നമ്മുടെ അസ്ത്ര ബാച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒന്നിച്ച് പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലേ, വളരെ കുറച്ച് പൈസയാണ് നമ്മുടെ ടീച്ചർ പൈസേൻ്റെ കണക്ക് പറയല്ല ഞാൻ പറയുന്നത്, നമ്മളൊരു ഡ്രസ്സ് വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ അല്ലേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കളഞ്ഞു പോകുന്ന അത്ര നിസ്സാരമായിട്ടുള്ള പൈസയാണ് അല്ലേ, ഒരുപാട് പൈസയൊന്നും നമ്മൾ വാങ്ങുന്നില്ല. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അല്ലേ ഒരു ഹെൽപ്പ് ആവുമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാനുള്ളൂ അല്ലേ, ഇനി മാസങ്ങൾ മാത്രമാണ് നമുക്ക് എന്തിലേക്കുള്ളത്, നമ്മുടെ അല്ലേ 2 മാസം കൂടി കഴിഞ്ഞാൽ ഈ വർഷം കഴിഞ്ഞു. പിന്നെ നമുക്ക് കാത്തിരിക്കാനുള്ളത് മാർച്ച് മാസമാണ്, നമ്മുടെ പരീക്ഷയാണ്. അപ്പോൾ വളരെ ദിവസങ്ങൾ മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. അപ്പോൾ നമുക്കൊരു സപ്പോർട്ടായിട്ട് അല്ലേ, ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്. ആ ലൈവ് ക്ലാസ്സുകൾ അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല വെച്ചാൽ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും അല്ലേ. നമുക്ക് ഓരോ ഘട്ടത്തിൽ നമുക്ക് പരീക്ഷകളുണ്ട്, മെറ്റീരിയൽ സഹായമുണ്ട്, നമുക്ക് സ്ലൈഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം പാഠഭാഗങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു വരുന്നത് ചിലപ്പോൾ 1-2 മണിക്കൂർ നമ്മൾ കേട്ടതുകൊണ്ട് മാത്രമായില്ല അല്ലേ. അതിൻ്റെ കാരണം ഏതൊക്കെ രീതിയിലാണ് ചോദ്യം വരിക എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കേണ്ടതാണ്. പുതിയൊരു സാഹിത്യ ശാഖയെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലേ, ജനവിഭാഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് വെറുതെ അങ്ങ് പഠിച്ചു പോകുകയല്ല വേണ്ടത് അല്ലേ. ഇതൊക്കെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി എന്തിനാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടെ എന്ത് ചെയ്യണം അല്ലേ, അത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പാഠഭാഗമൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ദാദാബായി എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തക. മേഴ്സി മാത്യു എന്ന പേരിലാണ് അവർ, പാലക്കാട് ജില്ലയിലാണ് ജനിച്ചിട്ടുള്ളത്. മധ്യേന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. മധ്യപ്രദേശിലെ ചിന്ദ്വാര ജില്ലയിലെ ബെറുൽ ഗ്രാമത്തിലാണ് അവർ താമസിക്കുന്നത്. ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷണം, പശ്ചിമഘട്ട സംരക്ഷണത്തിൻ്റെ മേഖലയിലൊക്കെ അവർ ഇടപെട്ടിട്ടുണ്ട്. ഇവരുടെ ജീവിതം ആസ്പദമാക്കിയിട്ട് ആണ് സിനിമയും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ സിനിമയുടെ ചിത്രം. അപ്പോൾ ഇങ്ങനെ A to Z കാര്യങ്ങൾ അല്ലേ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആ പാഠവുമായി ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കുന്നതാണ്. ഇനി ഗോത്ര കലകളെക്കുറിച്ചും അതേപോലെ ഗോത്ര കവിതകളൊക്കെ നമ്മൾ ഡീറ്റെയിലായിട്ട് നമ്മൾ ആപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സുകുമാരൻ ചാലിഗദ്ദയുടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കവിതയാണ് കെത്തളു അല്ലെങ്കിൽ ഏട്ടക്കൂരി എന്ന് പറയുന്നത്. ഏട്ടക്കൂരി എന്ന് പറയുന്നത് കണ്ടോ, ഇത് ഈ മത്സ്യമാണ്, ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള മത്സ്യമാണ്. അപ്പോൾ ഇതിനെ കണ്ടവരുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വംശനാശം നേരിടുന്ന ഒരു മീനാണ് കേട്ടോ. ഇത് വളരെ കുറച്ച് മാത്രമേ ഇതിനെ കാണാനുള്ളൂ. ഇതിങ്ങനെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കവിതയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ കവിതയൊക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരും ആപ്പൊക്കെ പർച്ചേസ് ചെയ്യുക. ഇവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.